ഹലോ ആൻഡ് വെൽക്കം ടു വിനായക് സീരീസ്. റൈറ്റ്, മനോഹരമായിട്ടുള്ള വൈകുന്നേരം. അധികം നേരം ഒന്നായിട്ടില്ല, കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 8 മണി 8:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് വൈപ്പിനിലേക്കാണ്. രാത്രിയിലെ ഭയങ്കര വൈബ് ഏരിയ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വൈപ്പിൻ ബീച്ച് ശരിക്കും അങ്ങോട്ട് കിടക്കുന്നൊരു എൻട്രൻസ് ആണിത്. അവിടെ ചെന്ന് കുറച്ച് നേരം ഈ പറഞ്ഞ പോലെ തന്നെ രാത്രി തിരമാലകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ കുറച്ച് പാട്ടൊക്കെ പാടി അതിനുശേഷം തിരമാലകളൊക്കെ എണ്ണിയിരുന്ന് തിരികെ ഞങ്ങൾ റൂമിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അങ്ങനെ എന്താ റൂമിലേക്ക് വണ്ടി എടുത്ത് ഞങ്ങൾ തിരിച്ച് കൂടെയുള്ളത് അഖിൽ ആൻഡ് ശരത്. ഇപ്പുറത്ത് മറ്റൊരു കക്ഷിയും കൂടിയുണ്ട്. യെസ് കുട്ടു, ഒന്ന് നോക്കണം. ഹലോ ചുള്ളൻ. റൈറ്റ്, അപ്പോൾ വൈപ്പിൻ്റെ ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു വൈകുന്നേരത്തെ കാഴ്ച, വൈപ്പിൻ ബീച്ചിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. നമസ്കാരം. നമ്മൾ നിൽക്കുന്നത് കൊച്ചി നഗരസഭയുടെ പരിസര പ്രദേശത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. വിശപ്പരഹിത കൊച്ചി എന്ന ലക്ഷ്യം നിറവേറ്റുന്നതിനായി നഗരസഭ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്മൃതി അറ്റ് കൊച്ചി. ഈ സമയത്ത് കഞ്ഞി കിട്ടുന്ന ഏതെങ്കിലും സ്ഥലമുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തത്. നല്ല വിശപ്പുണ്ട്. എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ രാവിലത്തെ സമയത്ത് നമുക്കൊരു ഉച്ചക്കഞ്ഞി കിട്ടുന്ന പോലെ തന്നെ എവിടെയെങ്കിലും ഒരു സ്ഥലമുണ്ടോ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് വരുന്നതിൻ്റെ ഇടയിലാണ് ഈ രാത്രി സമയത്തും നമ്മുടെ കൊച്ചിയിൽ കഞ്ഞി കിട്ടുന്ന ഒരു ഇടമുണ്ട്. അവിടേക്കാണ് എത്തിയിരിക്കുന്നത്. കുടുംബശ്രീയിലെ സ്ത്രീകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. 20,000-ഓളം രൂപ ഒരാൾക്ക് സാലറിയായി നൽകുന്നുണ്ട്. നഗരസഭയിലെ കുടുംബശ്രീ അംഗങ്ങളാണ് ഈ പദ്ധതിയിൽ ചുക്കാൻ പിടിക്കുന്നത്. നഗരസഭയുടെ ഫണ്ടിൽ നിന്നും ആഹാരം വിതരണം ചെയ്യുന്നതിന് 1 രൂപ പോലും സബ്സിഡി ഈ പദ്ധതിക്കായി നൽകുന്നില്ല. ഇത് ജനങ്ങളുടെ കൂട്ടായ്മയുടെ പദ്ധതിയാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൊച്ചി നഗരസഭയുടെ സമൃദ്ധി ഹോട്ടൽ. സോ ഇതിനകം തന്നെ നിരവധി പേരാണ് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു പോയിട്ടുള്ളത്, അതിൻ്റെ രുചി അറിഞ്ഞിട്ടുള്ളത് അല്ലേ. ശരിക്കും ഇന്ന് നമ്മൾ വൈകുന്നേരം കഞ്ഞി കുടിക്കാനാണ് എത്തിയിട്ടുള്ളത്. എന്തായാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് സർവീസാണ്. ഏറ്റവും ആദ്യം കൗണ്ടറിൽ പോയിട്ട് നമുക്ക് വേണ്ട ഇത് എന്താണോ കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം എന്താണോ അതിൻ്റെ ടിക്കറ്റ് എടുക്കണം. നമ്മൾ കഞ്ഞിയാണ് കുടിക്കാൻ ഉദ്ദേശിച്ചത്. കഞ്ഞിക്ക് 50 രൂപയാണ്. അപ്പോൾ നമ്മൾ 4 പേരുണ്ട്. തീർച്ചയായിട്ടും 200 രൂപ എടുത്തിട്ട് നമ്മൾ നേരെ പോയിട്ട് കഞ്ഞി കൗണ്ടറിൽ കാണിക്കുക. അവിടെ നിന്ന് അപ്പോൾ കഞ്ഞി എടുത്ത് തരും. ആണ് സമൃദ്ധിയുടെ കഞ്ഞി കിട്ടുന്ന സ്ഥലം. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ 24 മണിക്കൂർ അതെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ 24 മണിക്കൂർ നമ്മുടെ കൊച്ചി നഗരസഭയുടെ സമൃദ്ധി ഹോട്ടൽ. സോ വെരി സ്പെഷ്യൽ, നല്ല തിരക്കുണ്ട് ഇവിടെ. പിന്നെ രാത്രി കഞ്ഞി കിട്ടുന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. വെറും 20 രൂപയ്ക്ക് നല്ല വൃത്തിയോട് കൂടിയിട്ടുള്ള ഭക്ഷണം ലഭിക്കുക. അത്യാധുനിക സൗകര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെല്ലാം തയ്യാറാക്കിക്കൊണ്ട് വിളമ്പുന്ന ഒരു പൊതു അടുക്കള. ഹോട്ടലിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ചലച്ചിത്ര താരം മഞ്ജു വാര്യരായിരുന്നു. കേരളത്തിൽ ഇതൊരു അപൂർവമായിട്ടുള്ള ഭക്ഷണശാല തന്നെയാണ്. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഇതുപോലൊരു ആധുനിക കിച്ചൺ സംവിധാനവും പ്രത്യേകം പരിശീലനം ലഭിച്ചിട്ടുള്ള കുടുംബശ്രീയുടെ പ്രവർത്തകരും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ. ഓരോ കൗണ്ടറുകളിലും ഓരോ ഫുഡ് ഐറ്റംസ് വെച്ച് കിട്ടുന്നു. അപ്പോൾ ആളുകൾ നിൽക്കുന്നുണ്ടാവും. സെൽഫ് സർവീസാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. സോ രാത്രിയും പകലൊക്കെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൊച്ചി നഗരസഭയുടെ സമൃദ്ധി ഹോട്ടൽ. രുചികരമായിട്ടുള്ള കൊച്ചിയുടെ ഒരു ഊട്ടുപുരയിലാണ് ഞാൻ ഇരിക്കുന്നത്. അതായത് 7 വർഷങ്ങളായി തുടർച്ചയായിട്ട് കൊച്ചി നഗരസഭയുടെ ഭാഗമായിട്ട് സമൃദ്ധി വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഒരു സ്പെഷ്യൽ ഹോട്ടൽ. ഗുഡ് മോർണിംഗ് ആൻഡ് കൊച്ചിയുടെ മോർണിംഗ് ആണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇൻഫ്രെയിം മീഡിയയിൽ നമ്മുടെ ഇന്റർവ്യൂ എത്തിയിട്ടുണ്ട്. കുറ്റം പറയുന്ന ഒരു ഫ്രൂട്ട് എത്തിക്കാന്നുള്ള ഒരു സയൻസ് പഠിക്കാത്ത ആളാണ് ഈ പറഞ്ഞ മണിക്കൂറും നേരം. അത് എനിക്ക് തോന്നുന്നു വീരനാട്യം കൈക്കൊട്ടി കളിയൊക്കെ മണിക്കൂറുകളും ഉണ്ടല്ലേ. 1.5 മണിക്കൂർ 2 മണിക്കൂറോളം അങ്ങനെ നിർത്താണ്ട് ഒരു 10 മിനിറ്റ് പാട്ട് 5 മിനിറ്റ് പാട്ടിനൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചാടിത്തുള്ളതാണ്. ഞാനും കണ്ണനും യെസ് വീരനാട്യം അതുപോലെ തന്നെ കൈകൊട്ടിക്കളി ഇതിലൊക്കെ വളരെ സ്പെഷ്യലായിട്ട് നിൽക്കുന്ന ഒരു കലാകാരനാണ് അദ്ദേഹം. അപ്പോൾ വീരനാട്യം പെൺകുട്ടികളുടെ ഒരു മേഖലയാണല്ലോ. അവിടെ ഒരു ആൺകുട്ടിയുടെ മുഖം അത് വളരെയധികം സർപ്രൈസിങ് ആയിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാനായിട്ട് ഇൻഫ്രെയിം മീഡിയ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, പോവുക, ഇൻ്റർവ്യൂ കാണുക. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അത് നമ്മുടെ ജാനകിയാണ്. നക്ഷത്ര പെരിഞ്ഞനം കൈകൊട്ടിക്കളി സംഘം വീരനാട്യം. യെസ്, ജാനകിയുടെ വിശേഷങ്ങളും പാർട്ട് 2-ലുണ്ടായിരിക്കും. എന്തായാലും നിങ്ങൾ ഇൻ്റർവ്യൂ കാണാം. എന്തായാലും ഇന്നത്തെ മോർണിംഗ് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും എല്ലാവരും കുളിച്ച് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ ഇന്നത്തെ ദിവസം ഇനിയും കുറേ നല്ല ഇൻ്റർവ്യൂസൊക്കെ വരാനിരിക്കുന്നുണ്ട്. കാത്തിരിക്കുക.
രാവിലെ തന്നെ എനിക്ക് വർക്ക് ഉണ്ടായതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സെറ്റ് ചെയ്യും. പക്ഷെ നമ്മുടെ ക്രൂ അവർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സമൃദ്ധിയിൽ വീണ്ടും എത്തി നമ്മൾ. അങ്ങനെ ഇതാ ഇപ്പോൾ 20 രൂപയുടെ ചോറ് വാങ്ങിച്ച് കഴിക്കാൻ പോവാണ്. വെജ് മീൽസ് വെറും 20 രൂപ ഓൺലി അറ്റ് കൊച്ചി സമൃദ്ധി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പക്ഷേ ഇവർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അപ്പോൾ അത് ഇവർ സ്കിപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ സ്മൃതിയിൽ പോയിട്ട് എന്താ പറയുക 20 രൂപയുടെ ചോറ് കഴിച്ചു. അല്ലേ, എങ്ങനെയാണ് സ്മൃതിയിൽ? വളരെ വളരെ നന്നായിരുന്നു. കറികൾ എങ്ങനെ ഉണ്ടായിരുന്നു? യെസ്, ഞങ്ങൾ ഇപ്പൊ നേരെ പോകുന്നത് നമ്മളങ്ങനെ വൈറ്റിലാണ് ഹബ്ബിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു, ഞാൻ നേരെ വീട്ടിലേക്ക് പോകണം. സ്ട്രൈറ്റ് നമ്മൾ ഇനി അടുത്തത് കൊട്ടിയൂർ യാത്ര അല്ലേ, സുഹൃത്തായിട്ടുള്ള. അപ്പോൾ ഇതിനായി സീരീസ് തുടരും. കാത്തിരിക്കുക, ബാക്കി വിശേഷങ്ങൾ കാണാം.